ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറിയം സട്ട്ഫുൾനെസ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലെറ്ററും ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഓർഡേഴ്സ് ഞാൻ എടുക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വിചാരിക്കുന്നു. ഒരു 1 മന്ത് അടുത്തായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ എനിക്കിപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് പറയാനൊരു സമയം കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലെറ്ററൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, ലെറ്റേഴ്സ്, ബൊക്കേസ് ഇതെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഞാൻ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് ഓർഡേഴ്സ് എടുക്കുന്നത്. ID ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടാണല്ലേ നിൽക്കുന്നത് വെഡിങ് ആനിവേഴ്സറി, കപ്പിൾസ്, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, പിന്നെ എന്താ സേവ് ദ ഡേറ്റ്, ബ്രൈഡ്സ് ടു ബി, ഇതിനെല്ലാത്തിനും ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, ബൊക്കേസൊക്കെ ഭയങ്കര തിളങ്ങി നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വേണമെന്നുള്ള ആഗ്രഹം ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇൻസ്റ്റഗ്രാം ത്രൂ ഓർഡർ തന്നാൽ നമുക്കത് ചെയ്ത് തരുന്നതായിരിക്കും. ID ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഫോളോ ചെയ്തിടാൻ മറക്കരുത്. അപ്പം നമുക്ക് ഈ ലെറ്റർ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിത് ആക്ച്വലി എനിക്ക് റെഫറൻസ് കിട്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. ഏതോ ഒരു റീല് കണ്ട് എനിക്ക് റെഫറൻസ് തന്നിട്ടാണ് ഞാനിത് ചെയ്ത് കൊടുത്തിരുന്നത്. ഒരു ഹേർട്ട് ഷേപ്പിൽ ഒരു ലെറ്റർ നമ്മുടെ കോഫി വെച്ച് ഡൈ ചെയ്തിട്ട് ചാർട്ട് പേപ്പർ ആട്ടോ ഞാൻ എടുത്തേക്കുന്നത്, കാരണം കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഹേർട്ട് ഷേപ്പിൽ കൊടുത്തിട്ട് അതിൽ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഡ്രൈറിൻ്റെ റോസ് പെറ്റൽസ്. എനിക്ക് വാക്കുകളൊന്നും അങ്ങോട്ട് കിട്ടുന്നില്ല, എന്തോ അപ്പം അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിത് കുറേ നാളായിട്ട് ഡ്രൈ ചെയ്ത് വെച്ചതാണ്. ഈ ഓർഡർ ഒരു 1 മന്ത് മുന്നെയാണ് കിട്ടിയത്. ഇപ്പോഴാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ പോളിസീസും കാര്യങ്ങളും ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ അക്കൗണ്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓർഡർ പ്ലേസ് ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണേ. ഞാൻ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലെറ്ററും ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് ഒക്കെ അയച്ചു തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആയിക്കോട്ടെ, ലെറ്റേഴ്സ് ആയിക്കോട്ടെ, ബൊക്കേസ് ആയിക്കോട്ടെ, എന്തായാലും നിങ്ങളൊരു റെഫറൻസ് അയക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും മറക്കരുത്. ഈ റോസ് പെറ്റൽസ് ഒട്ടാൻ ഇച്ചിരി പാടായിരുന്നു കേട്ടോ. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചത്. കറക്റ്റ് ഹേർട്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പസൊക്കെ വെച്ച് ഞാൻ സർക്കിൾ വരച്ച് അത് ജോയിൻ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെന്തോ തിരിച്ചെൻ്റെ കയ്യിലേക്ക് ഗ്ലൂ ഉള്ളതുകൊണ്ട് തിരിച്ചെൻ്റെ കയ്യിലേക്ക് തന്നെ ഈ പെറ്റൽസ് ഒട്ടി വരുമായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർഡർ പ്ലേസ് ചെയ്ത ആളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. ആളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കലാണ് എനിക്ക് കുറച്ച് സമയം എടുത്തത്. കാരണം ആ ഒരു ഹേർട്ട് ഷേപ്പ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണമല്ലോ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആ റീലി കണ്ട അതേപോലെ ചെയ്യാൻ നോക്കിയെങ്കിലും കുറേയൊക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പരിപാടി നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്യാനുള്ളതായിരുന്നു. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇത് എഴുതിയപ്പോൾ എന്തോ പോലെയായിരുന്നു. പക്ഷേ ലാസ്റ്റായപ്പോൾ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എനിക്കെന്തോ അത്ര സാറ്റിസ്ഫൈ ആയില്ല എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. നോർമലി വലിയ കുഴപ്പമില്ലാത്തതാണ്, പക്ഷേ ഇതിലെന്തോ പറ്റി എനിക്കറിയില്ല. കുറച്ച് പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലെറ്റർ ഒരാൾക്ക് വേണ്ടി നമ്മൾ എഴുതുമ്പോൾ ഉള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ സീനില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫൈനൽ ലുക്ക് ഞാൻ എന്തായാലും കൊടുത്തേക്കാം. അങ്ങനെ ഫൈനലി ലെറ്റർ ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊരു സംഭവം കൂടി ഇതിലൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, എന്തായാലും ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത്. സ്റ്റേ ട്യൂൺ. ലവ് യു ആൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.